എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലുള്ള പക്ഷി ഓർ ദീമക് എന്ന കഥയുടെ പ്രാരംഭ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെടുകയുണ്ടായി. ഈ കഥയുടെ തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഹിന്ദി മിത്രം എന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, हिंदी साहित्य के विख्यात कवि एवं कहानीकार श्री मुक्तिबोध जी की पक्षी और दीमक कहानी के प्रारंभिक भागों में एक नौजवान पक्षी से हमें परिचित होने का अवसर मिला है. तो हिंदी സാഹിത്യത്തിലെ വിഖ്യാത കവിയും കഥാകൃത്തുമായ മുക്തിബോധ് ജിയുടെ പക്ഷി ഓർ ദീമക്, പക്ഷിയും ചിതലും എന്നു പേരുള്ള ഈ കഥയുടെ പ്രാരംഭ ഭാഗത്തിൽ ഒരു ചെറുപ്പക്കാരനായ പക്ഷിയെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. वो पक्षी अपने पिता और मित्र के साथ नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. അപ്പൊ ആ ചെറുപ്പക്കാരനായ പക്ഷി अपने पिता और मित्र के साथ തന്റെ അച്ഛനോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടുമൊപ്പം നീലെ ആസ്മാൻ में നീലാകാശത്തിൽ खूब ऊंचाई पर उड़ता जा रहा था, വളരെയധികം ഉയരങ്ങളിലായി പറന്ന് സഞ്ചരിക്കുകയായിരുന്നു. क्या आप जानते हैं कि उन പക്ഷിयों की विशेषताएं क्या क्या है? എന്തൊക്കെയാണ് ആ പക്ഷികളുടെ സവിശേഷതകൾ? നീലാകാശത്തിൽ വളരെ ഉയരത്തിൽ പറന്ന് സഞ്ചരിക്കുന്ന ഈ ചെറുപ്പക്കാരനായ പക്ഷിയുടെയും അതിന്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ സവിശേഷതകൾ എന്തൊക്കെയാണ്? वे खूब ऊंचाई पर उड़ने वाले പക്ഷി थे. അവ ആകാശത്തിൽ വളരെ ഉയരങ്ങളിൽ പറന്ന് സഞ്ചരിക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹെ ബഡി തേസ് ഥി. അവയുടെ ദൃഷ്ടി വളരെയധികം തീഷ്ണമായിരുന്നു. വളരെ അകലെയുള്ള കാഴ്ചകൾ പോലും അവയ്ക്ക് വളരെ ഭംഗിയായി കാണാൻ സാധിക്കുമായിരുന്നു. ഉन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती थी. ആ പക്ഷികൾക്ക് दूर दूर की भनक, വളരെ അകലെയുള്ള ഭനക്, ഭനക് മീൻസ് മന്ദ ധ്വനി, നേർത്ത ശബ്ദം, വളരെ അകലെയുള്ള നേർത്ത ശബ്ദങ്ങളും അതുപോലെ തന്നെ ദൂർ ദൂർ കി മെഹക് ഫി മിൽ ജാതി ഥി, വളരെ അകലെയുള്ള ഗന്ധവും അല്ലെങ്കിൽ സുഗന്ധവും അവയ്ക്ക് ലഭ്യമായിരുന്നു. तो यहाँ वो नौजवान पक्षी एक दिन नीले आसमान में उड़ते समय किसको देखता है? तो ഇവിടെ ആ ചെറുപ്പക്കാരനായ പക്ഷി നീലാകാശത്തിലൂടെ പറന്നു സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആരെയാണ് കാണുന്നത്? जमीन पर चलती हुई एक बैलगाड़ी को देखता है. താഴെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാളവണ്ടി കാണാനിടയാകുന്നു. तो वो गाड़ी वाला चिल्ला चिल्लाकर क्या कह रहा था? അപ്പൊ ആ കാളവണ്ടിക്കാരൻ ചില്ലാ ചില്ലാക്കർ ക്യാ കഹ രഹാ था, വളരെ ഉറക്കെ എന്താണ് വിളിച്ചു പറഞ്ഞിരുന്നത്? ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കഹ രഹാ था कि, അപ്പൊ ആ കാളവണ്ടിക്കാരൻ വളരെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ദോ ദീമകെ ലോ ഏക് പങ്ക് ദോ, രണ്ട് ചിതലുകൾ എടുത്തുകൊള്ളൂ, പകരം ഏക് പങ്ക് ദോ, ഒരു തൂവൽ തരൂ. ഇങ്ങനെയാണ് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത്. ഉസ് നൗജവാൻ പക്ഷിക്കു ദീമകോം കാ ശൗക് ഥാ. അപ്പൊ നമുക്കറിയാം, ഇവിടെ ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ചിതലുകളോട് അടങ്ങാത്ത താല്പര്യം ഉണ്ടായിരുന്നു. അത് वो പക്ഷി नीचे जमीन पर आता है और गाड़ी वाले को एक पंख देकर दो दीमके लेने को तैयार होता है. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് ചിതലുകളോട് വളരെയധികം താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരനായ പക്ഷി നീച്ചെ ജമീൻ പർ ആതാ ഹെ, ഇങ്ങ് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് अपना एक पंख देकर दो दीमके लेने को तैयार होता है, തന്റെ ഒരു തൂവൽ നൽകിക്കൊണ്ട് രണ്ട് ചിതലുകൾ ആ കാളവണ്ടിക്കാരിൽ നിന്ന് കൈപ്പറ്റുന്നതിന് തയ്യാറാകുന്നു. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ तो होती है. അപ്പോൾ തന്റെ ചുണ്ടുകൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് एक पर को खींचकर तोड़ने में, ഒരു തൂവൽ വലിച്ച് ഇളക്കുന്നതിന് അല്ലെങ്കിൽ വലിച്ചു പൊട്ടിക്കുന്നതിന് ഉസേ തക്ലീഫ് തോ ഹോത്തി ഹെ,
ആ പക്ഷിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ലേക്കിൻ ഉസ്സെ വോ ബർദാസ്ത് കർ ലേതാ ഹൈ. എന്നാൽ തന്റെ ആ ബുദ്ധിമുട്ട് ആ പക്ഷി സഹിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചിതലുകളോടുള്ള അത്രയും താല്പര്യം ആ പക്ഷിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ ആ വേദന സഹിക്കുന്നതിന് ആ പക്ഷി തയ്യാറാകുന്നു. फिर क्या हुआ? वो नौजवान പക്ഷി रोज तीसरे पहर नीचे उतरता. പിന്നീട് എന്താണ് ഉണ്ടായത്? ആ ചെറുപ്പക്കാരനായ പക്ഷി എല്ലാ ദിവസവും തീശ്വരെ പഹർ, മൂന്നാം യാമത്തിൽ, അതായത് ഉച്ചയ്ക്ക് 12-നും 3 മണിക്കും ഇടയ്ക്കുള്ള ആ സമയത്ത് നീച്ചെ ഉതർത്ത, താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക പതിവായി. അപ്പന ഏക് പങ്ക് ദേഖർ, തന്റെ ഓരോരോ തൂവൽ നൽകിക്കൊണ്ട് വോ ദീമകെ ഖരീദ് ലേഥ, ആ പക്ഷി ചിതലുകൾ വാങ്ങുന്നതും പതിവാക്കി. കഹാനിക്ക് ആഗേക്ക് ഭാഗ് ഓർ ധ്യാൻ ദീജിയെ. കഥയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. കുछ दिनों तक ऐसा ही चलता रहा. കുറേ ദിവസങ്ങൾ ऐसा ही चलता रहा, ഇപ്രകാരം തന്നെ മുന്നോട്ട് പോയി. അതായത് പക്ഷി ഇങ്ങനെ ഓരോ ദിവസവും മൂന്നാം യാമത്തിൽ, അതായത് ഉച്ചതിരിഞ്ഞ 12 മണിക്കും 3 മണിക്കും മധ്യയുള്ള സമയത്ത് അത് താഴേക്ക് വരികയും കാളവണ്ടിക്കാരന് തന്റെ ഒരു തൂവൽ നൽകിക്കൊണ്ട് 2 ചിതലുകൾ സ്വീകരിച്ച് അത് ആകാശത്തേക്ക് പറന്നുയരുന്നത് തുടർന്നു. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. എന്നാൽ ഒരു ദിവസം ഉസ്കെ പിതാനെ ദേഖ് ലിയ, ആ പക്ഷിയുടെ അച്ഛൻ ഇത് കാണാനിടയാകുന്നു. അപ്പോൾ തൻ്റെ മകന്റെ ആ പോക്ക് അത് ശരിയായ പാതയിലല്ല എന്ന് അതിൻ്റെ അച്ഛന് മനസ്സിലാകുന്നു. ഉസ്നെ സംചാനേക്ക് കോശിഷ് കി. അപ്പോൾ ആ ചെറുപ്പക്കാരനായ പക്ഷിയുടെ അച്ഛൻ സംചാനേക്ക് കോശിഷ് കി, ആ പക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അതിനെ ഉപദേശിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അപ്പോൾ എന്തുപദേശമാണ് അതിന് നൽകിയത്? കി ബേഠേ ദീമകെ ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ. ബേഠേ, മോനെ, ദീമകെ, ഈ ചിതലുകൾ, ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ, നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു നാച്ചുറൽ ഫുഡല്ല ഈ ചിതലുകൾ. और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. और उनके लिए, അവയ്ക്കു വേണ്ടി, അതായത് ആ ചിതലുകൾക്ക് വേണ്ടിയിട്ട്, अपने पंख तो हरगिज नहीं दिए जा सकते. अपने पंख, നമ്മുടെ തൂവലുകൾ, ഹർഗിസ്, ഹർഗിസ് മേനെ കഫി, ഒരിക്കലും, നഹീം ദിയേ ജാ സക്തേ, നാം നൽകുവാൻ പാടുള്ളതല്ല എന്ന് ആ പക്ഷിയുടെ അച്ഛൻ അതിനെ ഉപദേശിക്കുകയാണ്. കാരണം തൻ്റെ ആ അനുഭവം കൊണ്ട് തന്നെ പക്ഷിയുടെ അച്ഛൻ അറിയാം, ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷിയുടെ അസ്തിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ തൂവലുകളിലാണ്. ആ തൂവലുകൾ ഇല്ല എങ്കിൽ അതിന് ഉയരങ്ങളിൽ പറക്കാൻ കഴിയില്ല, അതിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ആ പക്ഷി തൻ്റെ മകനെ ഉപദേശിക്കുവാൻ ശ്രമിക്കുകയാണ്. देखिए बच्चों, यहाँ ये नौजवान पक्षी अपना पंख देकर दीमकें खरीदते देख उसके पिता ने क्या कहा. ഇപ്പൊ ഇവിടെ ആ ചെറുപ്പക്കാരനായ പക്ഷി തന്റെ തൂവൽ നൽകി ചിതലുകൾ വാങ്ങുന്നത് കണ്ടിട്ട് ഉസ്കെ പിതാനെ ക്യാ കഹ, അതിന്റെ അച്ഛൻ എന്താണ് അതിനോട് പറഞ്ഞത്? ഹാ യഹാ പിതാനെ പക്ഷിക്കോ സംചാനെ കി കോശിഷ് കി. ഇവിടെ ആ പക്ഷിയുടെ അച്ഛൻ ഉസ്സെ സംചാനെ കി കോശിഷ് കി, ആ പക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ ഉപദേശിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് ഉപദേശിച്ചത്? കി ബേഠേ ദീമകെ ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ. മോനെ, ഈ ചിതലുകൾ ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹെ, നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല, നമ്മുടെ ഒരു നാച്ചുറൽ ഫുഡ് അല്ല ഈ ചിതലുകൾ. ഉസ്കെ ലിയെ അപ്നാ പങ്ക് തോ ഖർഗിസ് നഹീ ദിയേ ജാ സക്തേ. അതുകൊണ്ട് തന്നെ ആ ചിതലുകൾക്ക് വേണ്ടിയിട്ട് അപ്പന്റെ പങ്ക് ഖർഗിസ് നഹീ ദിയേ ജാ സക്തേ, നമ്മുടെ തൂവലുകൾ ഹർഗീസ്, ഹർഗീസ് മേനെ കഭി, ഒരിക്കലും, നഹീം ദിയേ ജാ സക്തേ, നാം നൽകുവാൻ പാടുള്ളതല്ല എന്ന് ആ പക്ഷിയുടെ അച്ഛൻ അതിനോട് പറയുകയാണ്. ക്യാ വോ നൗജവാൻ പക്ഷീനെ അപ്പനെ പിതാക്കാ ഉപദേശ് മാൻ ലിയ. ആ ചെറുപ്പക്കാരനായ പക്ഷി തന്റെ അച്ഛന്റെ ഉപദേശം സ്വീകരിക്കുന്നുണ്ടോ? കഹാനിക്ക് ആഗേക്ക് ഭാഗ് ഓർ ധ്യാൻ ദീജിയെ. കഥയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സെ अपना मुख दूसरी ओर कर लिया. लेकिन, എന്നാൽ ഉസ് നൗജവാൻ പക്ഷീനെ, ആ ചെറുപ്പക്കാരനായ പക്ഷി, അപ്പൊ തന്റെ അച്ഛൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ
ബഡേ ഹി ഗർവ് സെ വളരെ അഹങ്കാരത്തോടെ അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ എതിർ ദിശയിലേക്ക് മുഖം തിരിച്ചിരുന്നു. ഉസെ ജമീൻ പർ ഉതർ കർ ദീമകെ ഖാനെ കി ഛട്ട് ലഗ് ഗയി थी. ആ പക്ഷിക്ക് ജമീൻ പർ ഉതർ കർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ദീമകെ ഖാനെ കി ചിതലുകൾ ഭക്ഷിക്കുന്നതിനുള്ള ഛട്ട് ലഗ് ഗയി थी വല്ലാത്ത രുചി പിടിച്ചിരുന്നു. അതിന്റെ നാവുകളെ ആ ചിതലുകളുടെ ടേസ്റ്റ് വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. अब उसे न तो दूसरे कीड़े अच्छे लगते. ഇപ്പോൾ ആ പക്ഷിക്ക് न तो दूसरे कीड़े अच्छे लगते മറ്റൊരു പ്രാണികളും രുചികരമായി തോന്നിയില്ല. ആകാശത്തിലൂടെ പറന്ന് സഞ്ചരിക്കുമ്പോൾ ലഭ്യമായിരുന്ന മറ്റു പ്രാണികളൊന്നും തന്നെ ആ പക്ഷിക്ക് ഇപ്പോൾ രുചികരമായി തോന്നിയില്ല. ന ഫൽ അതുപോലെ തന്നെ മറ്റു പഴവർഗ്ഗങ്ങളും അതിന് രുചിയുള്ളതായി തോന്നിയില്ല. ന അനാജ് കെ ദാനെ അതുപോലെ തന്നെ മറ്റ് ധാന്യമണികളൊന്നും തന്നെ ആ പക്ഷിക്ക് രുചികരമായൊരു ഭക്ഷണമായി തോന്നിയില്ല. ദീമകോങ്ക ഷൗഖ് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ था. കാരണം ദീമകോങ്ക ഷൗഖ് ചിതലുകളോടുള്ള അടങ്ങാത്ത താല്പര്യം അബ് ഉസ് പർ ഹാവി ഹോ ഗയാ था ഇപ്പോൾ ആ പക്ഷിയുടെ മേൽ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആ പക്ഷിയെ അതിന്റെ ആ രുചി കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭക്ഷണവും കഴിക്കുന്നതിനോട് ആ പക്ഷിക്ക് താല്പര്യമില്ലാതെ വന്നു. देखिए बच्चों, यहाँ अपने पिता का उपदेश सुनकर नौजवान പക്ഷി ने क्या किया. അപ്പോൾ ഇവിടെ തന്റെ അച്ഛന്റെ ഉപദേശം കേട്ടിട്ട് ആ ചെറുപ്പക്കാരനായ പക്ഷി എന്താണ് ചെയ്യുന്നത്? नौजवान പക്ഷി ने बड़े ही गर्व से अपना मुख दूसरी ओर कर लिया. അപ്പോൾ ഈ ചെറുപ്പക്കാരനായ പക്ഷി എന്താണ് ചെയ്യുന്നത്? बड़े ही गर्व से വളരെയധികം അഹങ്കാരത്തോടെ अपना मुख दूसरी ओर कर लिया മറുഭാഗത്തേക്ക് മുഖം തിരിച്ചിരിക്കുകയാണ്. അപ്പൊ തന്റെ അച്ഛന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ആ പക്ഷി വളരെയധികം ധിക്കാരത്തോടെ എതിർ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഉണ്ടായത്. देखिए यहाँ किसका शौक പക്ഷി पर हावी हो गया था. അപ്പൊ ഇവിടെ എന്തിനോടുള്ള താല്പര്യമാണ് ആ ചെറുപ്പക്കാരനായ പക്ഷിയെ കീഴ്പ്പെടുത്തി കളഞ്ഞത്? ദീമകോം കാ ശൗഖ്. അപ്പോ ചിതലുകളോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് ആ പക്ഷിയെ കീഴ്പ്പെടുത്തിയത്. यहाँ नौजवान പക്ഷി को क्यों दूसरे कीड़े फल अनाज आदि अच्छे नहीं लगते हैं. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ആ യുവാവായ പക്ഷിക്ക് മറ്റു പ്രാണികളും അതുപോലെ തന്നെ ഫൽ പഴങ്ങളും അതുപോലെ തന്നെ അനാജ് ധാന്യങ്ങളുമൊക്കെ അച്ഛെ നഹി ലഗ്തേ ഹൈ ഇഷ്ടപ്പെടാത്തത്? ദീമകേം ഖാനെ കി ഛട്ട് ലഗിനെ സെ. അപ്പൊ ഇവിടെ ആ ചിതലുകളോടുള്ള അടങ്ങാത്ത താല്പര്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ ചിതലുകളുടെ രുചി തന്റെ നാവിനെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് തന്നെ നൗജവാൻ പക്ഷിക്കു ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ദൂസരെ കീടെ മറ്റു പ്രാണികളും ഫൽ പഴങ്ങളും അനാജ് ധാന്യങ്ങൾ ആദ്യ അച്ഛേ നഹി ലഗ്തേ ഹൈ ഇവയൊന്നും തന്നെ രുചികരമായിട്ട് തോന്നുന്നില്ല. കഹാനിക്ക് ആഗേക്ക് ഭാഗ് കി ഓർ ധ്യാൻ ദീജിയേ. കഥയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ലേക്കിൻ ऐसा कितने दिनों तक चलता. എന്നാൽ ഇപ്രകാരം കിത്തനെ ദിനോം തക് ചൽത്ത എത്ര ദിവസം മുന്നോട്ട് പോകാൻ കഴിയും? തന്റെ തൂവലുകൾ ഇങ്ങനെ നൽകിക്കൊണ്ട് ചിതലുകൾ ഭക്ഷിച്ച് ഒരുപാട് കാലമൊന്നും ഒരു പക്ഷിക്ക് ജീവിക്കാൻ കഴിയില്ല. ഉസ്കെ പംഖോം കി സംഖ്യ ലഗാതാർ ഘട്ടി ചലി ഗയി. ഉസ്കെ പംഖോം കി സംഖ്യ ആ പക്ഷിയുടെ ശരീരത്തിലെ പംഖോം കി സംഖ്യ തൂവലുകളുടെ എണ്ണം ലഗാതാർ നിരന്തരം ഘട്ടി ചലി ഗയി കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഘട്നാമേനെ കുറയുക. അപ്പൊ ആ പക്ഷിയുടെ ശരീരത്തിൽ തൂവലുകളുടെ എണ്ണം ദിനം പ്രതി കുറയുവാൻ തുടങ്ങി. अब वो ऊंचाइयों पर अपना संतुलन साध नहीं सकता था. अब वो ഇപ്പോൾ ആ പക്ഷിക്ക് ഊഞ്ചായിയും പർ ആകാശത്തിലെ ആ ഉയരങ്ങളിൽ अपना संतुलन साध नहीं सकता था തന്റെ ആ ഒരു ശരീരത്തിന്റെ ബാലൻസ് സാധ നഹി സക്താ था. സാധന മേനെ നിയന്ത്രിക്കുക, ടു കൺട്രോൾ. അപ്പൊ തന്റെ ആ ശരീരത്തെ ബാലൻസ് ചെയ്യുന്നതിന് സാധിക്കാതെ വന്നു. ന ബഹുത് സമയത്ത് പങ്ക് ഉസെ സഹാര ദേ സക്തേ थे. പങ്ക് അപ്പൊ ആ പക്ഷിയുടെ തൂവലുകൾക്ക് ന ബഹുത് സമയത്ത് ഉസെ സഹാര ദേ സക്തേ थे. ഒത്തിരി സമയം ഉസെ ന സഹാര ദേ സക്തേ थे. ആ പക്ഷിക്ക് ആശ്രയം നൽകാൻ കഴിയാതെ വന്നു. അതായത്
ആ ചിറകുകളെ ആശ്രയിച്ച് ഒത്തിരി സമയം പറക്കാനുള്ള ശേഷി ആ പക്ഷിക്ക് നഷ്ടമായി തുടങ്ങി. സഹാരമേനെ ആശ്രയം. ആകാശ് യാത്രാക്ക് ദൗരാൻ, അപ്പോൾ തന്റെ ആകാശത്തിലൂടെയുള്ള ആ യാത്രാമധ്യേ ഉസേ ജൽദി ജൽദി പഹാഡി ചഠാനോ, ആ പക്ഷിക്ക് വളരെ പെട്ടെന്ന് തന്നെ പഹാഡി ചഠാനോ, പാറക്കെട്ടുകളിലും അല്ലെങ്കിൽ പാറകളിലും, പേടോം കി ചോട്ടിയോ, മരക്കൊമ്പുകളിലും, ഗുംബദോ താഴികക്കുടങ്ങളിലും, और ബുർജോം पर ഉയരമുള്ള ഗോപുരങ്ങൾക്ക് മുകളിലും ഹഫ്തേ ഹുയെ ബാറ്റ് ജാനാ പഡ്ത. ഹഫ്ന മേനെ കിതയ്ക്കുക, ഹഫ്തേ ഹുയെ കിതച്ചുകൊണ്ട് ബാറ്റ് ജാനാ പഡ്ത ഇരിക്കേണ്ടുന്ന അവസ്ഥ വന്നു. ആ പക്ഷിക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായിയോം പർ തൈർത്തേ ഹുയെ, ആ പക്ഷിയുടെ പരിവാർ വാലെ കുടുംബാംഗങ്ങളും, തഥാ മിത്ര സുഹൃത്തുക്കളും, ഊഞ്ചായിയോം പർ തൈർത്തേ ഹുയെ ആകാശത്തിൽ ഉയരങ്ങളിലൂടെ അങ്ങനെ നീന്തിത്തുടിച്ച് അല്ലെങ്കിൽ വായുവിലൂടെ അങ്ങനെ സഞ്ചരിച്ച് ആകെ ബഡ് ജാത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എന്നാൽ ഈ ചെറുപ്പക്കാരനായ പക്ഷിയോ വോ ബഹുത് പിഛഡ് ജാത്ത, അവൻ വളരെയധികം പുറകിലായി പോയിരുന്നു. ഫിർഫി എന്നിട്ടും ദീമക് ഖാനെ കാ ഉസ്കാ ഷൗഖ് കം നഹി ഹുവ, ചിതലുകൾ കഴിക്കുന്നതിനുള്ള അതിന്റെ ആ താല്പര്യം കം നഹി ഹുവ ഒട്ടും തന്നെ കുറഞ്ഞില്ല. ദീമകോം കെ ലിയെ ഗാഡി വാലെ കോ വോ അപ്നെ പങ്ക് തോട് തോട് കർ ദേത്താ രഹ. ദീമകോം കെ ലിയെ ചിതലുകൾക്ക് വേണ്ടിയിട്ട് ഗാഡി വാലേക്കോ ആ കാളവണ്ടിക്കാരന് വോ അപ്നെ പങ്ക് തോട് തോട് കർ ദേത്താ രഹ, ആ പക്ഷി തന്റെ തൂവലുകൾ അടർത്തി നൽകിക്കൊണ്ടേയിരുന്നു. देखिए बच्चों, अपने पंखों की संख्या घटने से नौजवान पक्षी को क्या क्या परेशानियां होती है. ഇവിടെ अपने पंखों की संख्या घटने से, തന്റെ തൂവലുകളുടെ എണ്ണം വല്ലാതെ കുറയുന്ന ആ അവസരത്തിൽ നൗജവാൻ പക്ഷിക്കു ക്യാ ക്യാ പരേശാനിയാ ഹോത്തി ഹെ, ആ യുവാവായ പക്ഷിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകാൻ തുടങ്ങിയത്. ഹാ, പക്ഷി അബ് ഊഞ്ചായിയോം പർ അപ്നാ സന്തുലൻ സാധ് നഹീ സക്താ ഥാ. അപ്പൊ ആ പക്ഷിക്ക് ഇപ്പോൾ ഊഞ്ചായിയോം പർ ഉയരങ്ങളിലൂടെ പറക്കുമ്പോൾ അപ്നാ സന്തുലൻ സാധ് നഹീ സക്താ ഥാ, തൻ്റെതായിട്ടുള്ള ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വന്നു, അല്ലെങ്കിൽ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അതിന് സാധിക്കാതെ വന്നു. ആകാശ് യാത്രയ്ക്ക് ദൗരാൻ ഉസേ ജൽദി ജൽദി പഹാഡി ചഠാനോ, ആകാശത്തിലൂടെയുള്ള ആ യാത്രാമധ്യേ ആ പക്ഷിക്ക് വളരെ പെട്ടെന്ന് തന്നെ പഹാഡി ചഠാനോ പാറകളിലും, പേടോം കി ചോട്ടിയോ മരക്കൊമ്പുകളിലും, ഗുംബദോ താഴികക്കുടങ്ങളിലും, और ബുർജോം पर ഹഫ്തേ ഹുയെ ബാറ്റ് ജാനാ പഡ്താ ഥാ, ഉയരമുള്ള ഗോപുരങ്ങൾക്ക് മുകളിൽ ഹഫ്തേ ഹുയെ ബാറ്റ് ജാനാ പഡ്താ ഥാ കിതച്ചുകൊണ്ട് ഇരിക്കേണ്ടി വന്നിരുന്നു. देखिए फिर भी उस नौजवान पक्षी को ദീമകെ ഖാനെ കാ ഷൗഖ് കം നഹി ഹുവ. അപ്പൊ എന്നിട്ടും ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ചിതലുകൾ ഭക്ഷിക്കുന്ന ആ താല്പര്യം ഒട്ടും തന്നെ കുറഞ്ഞില്ല. वो ദീമകോം के लिए गाड़ी वाले को अपना पंख तोड़ तोड़ कर देता रहा. ആ പക്ഷി എല്ലാ ദിവസവും കാളവണ്ടിക്കാരനോ ചിതലുകൾക്ക് വേണ്ടി തന്റെ തൂവലുകൾ ഇളക്കി നൽകിക്കൊണ്ടേയിരുന്നു. കഹാനിക്ക് ആഗേക്ക് ഭാഗ്യ ഓർ ധ്യാൻ ദീജിയെ, കഥയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है. फिर പിന്നീട് ഉസ്നെ സോച്ച, ആ പക്ഷി ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? कि आसमान में उड़ना ही फिजूल है. ആസ്മാൻ മേ ഉഡ്ന, ആകാശത്തിലൂടെ പറക്കുന്നത്, ഫിജൂൽ ഹെ, ഫിജൂൽ മേനെ നിരർത്ഥകം, നിരർത്ഥകം അല്ലെങ്കിൽ വെറുതെ. ആകാശത്തിലൂടെ പറക്കുന്നത് വെറുതെയാണ്. വോ മൂർഖോം കാ കാം ഹെ, അത് മൂർഖോം കാ കാം ഹെ, മൂർഖുമേനെ വിഡ്ഢി. ആകാശത്തിലൂടെ പറക്കുന്നത് മൂർഖോം കാ കാം ഹെ, വിഡ്ഢികളുടെ ജോലിയാണ്. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ആ പക്ഷി സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഉസ്കി ഹാലത് ഏ ഥി കി अब वो आसमान में उठ ही नहीं सकता था. ഉസ്കി ഹാലത്, ആ പക്ഷിയുടെ അവസ്ഥ ഏതി ഇപ്രകാരമായിരുന്നു. എന്താണ് ആ പക്ഷിയുടെ അവസ്ഥ? कि अब वो आसमान में उठ ही नहीं सकता था. ആ പക്ഷിക്ക് ഇപ്പോൾ ആസ്മാൻ മേ, ആകാശത്തിലൂടെ, ഉഡ് ഹി നഹി സക്താ ഥാ, പറക്കാൻ കഴിയുമായിരുന്നില്ല. वो सिर्फ एक पेड़ से उड़कर
दूसरे पेड़ तक पहुंच पाता. ആ പക്ഷിക്ക് സിർഫ് കേവലം एक पेड़ से उड़कर ഒരു മരത്തിൽ നിന്ന് പറന്ന് दूसरे पेड़ तक അടുത്ത മരം വരെ पहुंच पाता എത്തിച്ചേരാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. धीरे धीरे उसकी ये शक्ति भी कम होती गई. धीरे धीरे മെല്ലെ മെല്ലെ उसकी ये शक्ति भी ആ പക്ഷിയുടെ ഈ കഴിവും, അതായത് ഒരു മരത്തിൽ നിന്ന് പറന്ന് അടുത്ത മരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആ കഴിവും കം ഹോത്തി ഗയി കുറയുവാൻ തുടങ്ങി. और एक समय वो आया അവസാനം ഇപ്രകാരം ഒരു അവസ്ഥയിൽ ആ പക്ഷി എത്തിച്ചേർന്നു. എങ്ങനെയുള്ള അവസ്ഥയിലാണോ? ജബ് वो बड़ी मुश्किल से, അപ്പോൾ ആ പക്ഷിക്ക് ഇപ്പോൾ ബഡി മുഷ്കിൽ സെ വളരെ പ്രയാസപ്പെട്ട് पेड़ की एक डाल से लगी हुई മരത്തിന്റെ ഒരു കൊമ്പിനോട് ചേർന്ന दूसरी डाल पर അടുത്ത കൊമ്പിലേക്ക് ചൽക്കർ ഫുദക്കർ പകുസ്ത നടന്ന് അല്ലെങ്കിൽ ചാടി നടന്ന് പോകാൻ മാത്രമേ അതിന് കഴിയുമായിരുന്നുള്ളൂ. ലേക്കിൻ ദീമക് ഖാനെ കാ ഷൗക്ക് നഹീം ഛൂട്ടാ. ലേക്കിൻ എന്നിട്ടും ദീമക് ഖാനെ കാ ഷൗക്ക് ചിതലുകൾ ഭക്ഷിക്കുന്നതിനുള്ള ആ ഒരു താല്പര്യം നഹീം ഛൂട്ടാ അതിനെ വിട്ടുപോയില്ല, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ തൻ്റെ അവസ്ഥ ഇത്രയും മോശമായിട്ട് പോലും ചിതലുകളോടുള്ള തൻ്റെ ആ താല്പര്യം ഉപേക്ഷിക്കുവാൻ ആ പക്ഷി തയ്യാറായില്ല. देखिए, यह नौजवान പക്ഷി किसको मूर्खों का काम मानता है. അപ്പോൾ ഇവിടെ ആ ചെറുപ്പക്കാരനായ പക്ഷി കിസ്കോ എന്തിനെയാണ് മൂർഖോं का काम मानता है വിഡ്ഢികളുടെ ജോലി എന്ന് കരുതിയിരുന്നത്. ഹാ, നൗജവാൻ പക്ഷി ആസ്മാൻ മേ ഉഡ്ന മൂർഖോं का काम मानता है. അപ്പോൾ ഇവിടെ ആ ചെറുപ്പക്കാരനായ പക്ഷി ആസ്മാൻ മേ ഉഡ്ന ആകാശത്തിലൂടെ പറക്കുന്നത് മൂർഖോं का काम मानता है വിഡ്ഢികളുടെ ജോലി എന്നാണ് കരുതുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ആ പക്ഷിക്ക് തന്റെ തൂവലുകൾ നഷ്ടമായപ്പോൾ പറക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും താൻ ചെയ്യുന്നത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടിയാണ് അത് ആകാശത്തിലൂടെ പറക്കുന്നത് വിഡ്ഢികളുടെ ജോലിയാണെന്ന് കരുതി സ്വയം ആശ്വസിക്കുന്നത്. देखिए, अपने सारे पंख नष्ट होने पर പക്ഷി कौन सी हालत में पहुंच जाता है. അപ്പോൾ ഇവിടെ തന്റെ ശരീരത്തിലെ എല്ലാ തൂവലുകളും നഷ്ടമായപ്പോൾ പക്ഷി कौन सी हालत में पहुंच जाता है പക്ഷി ഏത് അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്? हाँ, अपने सारे पंख नष्ट होने पर പക്ഷി ബഡി മുഷ്കിൽ സെ. അപ്പോൾ തന്റെ എല്ലാ തൂവലുകളും നഷ്ടമായപ്പോൾ പക്ഷി വളരെ പ്രയാസപ്പെട്ട് पेड़ की एक डाल से लगी हुई दूसरी डाल पर മരത്തിന്റെ ഒരു കൊമ്പിനോട് ചേർന്നുള്ള മറ്റേ കൊമ്പിലേക്ക് ചൽക്കർ മെല്ലെ നടന്ന് യാ ഫുദക്കർ അല്ലെങ്കിൽ ചാടി നടന്ന് പഹുഞ്ച് പാത്താ था പോകാൻ മാത്രമേ ആ പക്ഷിക്ക് സാധിച്ചിരുന്നുള്ളൂ. ठीक है बच्चों, पक्षी और दीमक कहानी के अंतिम भाग को लेकर अगले क्लास में हम फिर मिलेंगे. അപ്പോൾ പക്ഷിയും ചിതലും എന്ന ഈ കഥയുടെ അവസാന ഭാഗം പരിചയപ്പെടുന്നതിനായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.